സുഹൃത്തുക്കളെ, വീണ്ടും സ്വാഗതം. ICC വിമൻസ് 2020 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് UK ഇംഗ്ലണ്ടിൽ വെച്ചിട്ട്. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച, ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. പിന്നെയും ഒരിക്കൽ കൂടി ഇന്ത്യ ഒരു ഞായറാഴ്ച ഷോക്ക് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുള്ള ഞായറാഴ്ച ഷോക്ക് ഏതാണെന്നറിയോ? അടുപ്പിച്ച് 3 ഞായറാഴ്ച ഏഷ്യ കപ്പിലാണ് തോന്നുന്നു ഇന്ത്യ പാകിസ്ഥാനെ വീഴ്ത്തിയത്. ഫൈനൽ ഉൾപ്പെടെ ഇന്ത്യ വീഴ്ത്തിയത്. അതിൽ ഒന്ന് ഗ്രൂപ്പിലും ഒന്ന് സൂപ്പർ 6-ലോ, അങ്ങനെ ഒരു സൂപ്പർ 8-ലോ, അങ്ങനത്തെ ഒരു ഇതിലും ഗ്രൂപ്പ് ഒന്ന് പക്ക ഗ്രൂപ്പ് മത്സരം, പിന്നെ ഒന്ന് സൂപ്പർ 8, സൂപ്പർ ആ ലെവലുള്ളതൊന്നും, പിന്നെ ഫൈനലിലും. അങ്ങനെ 3 ഞായറാഴ്ചകളായിട്ട് ഇന്ത്യയുടെ പുരുഷ ടീം പാകിസ്ഥാന്റെ പുരുഷ ടീമിനെ തകർത്തുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഞായറാഴ്ച. പിന്നെ ഒരു ഞായറാഴ്ച കൂടി ഇതാ ഇന്ത്യയുടെ വനിതാ ടീം പാകിസ്ഥാന്റെ വനിതാ ടീമിനെ തകർത്തെറിഞ്ഞിരിക്കുന്നു. ടോസ് കിട്ടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യൻ ടീം 170 റൺസ് എടുത്തു. താരതമ്യേന ഓക്കെ എന്നുള്ള സ്കോറാണ്. താരതമ്യേന ഓക്കെ സ്കോർ. ഇന്ത്യക്ക് വേണ്ടി സ്മൃതി മന്ദന 64 റൺസ് അങ്ങ് എടുത്തു. പിന്നെ ക്യാപ്റ്റൻ കൗർ 36 റൺസ്, റിച്ച 34 റൺസ് അങ്ങനെ എടുത്തു. മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. ഇവരുടെ പ്രകടനം കൊണ്ടൊക്കെയാണ് 170 എന്നുള്ളൊരു മാന്യമായ സ്കോർ ഇന്ത്യക്ക് എത്താൻ പറ്റിയത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പാകിസ്ഥാൻ വിമൻസ് 38 റൺസിനാണ് അവരുടെ ആദ്യ വിക്കറ്റ് പോണത്. ആലോചിക്കണം, 38 റൺസിന് ആദ്യ വിക്കറ്റ്. ഏതാണ്ട് ഒരു 5 ഓവറിലെ അവസ്ഥ കേട്ടോ. 5 ഓവറിൽ 38-1, 38-0 എന്നുള്ളൊരു അവസ്ഥ 5 ഓവറിൽ ആലോചിച്ച് നോക്കട്ടോ. 170 ചേസ് ചെയ്യുമ്പോൾ മികച്ച സ്കോറായിരുന്നു അവരുടെ. മികച്ചൊരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ആയിരുന്നു. മുനീറ തോന്നുന്നു ഓപ്പണിംഗ്. അത് നമ്മുടെ പാകിസ്ഥാന്റെ വനിതാ താരം 41 റൺസ് എടുത്തു. ടോപ്പ് സ്കോറും ആ ഓപ്പണിംഗ് ഇറങ്ങിയ മുനീബയോ ഒരു കളിക്കാരിയാണ്. പക്ഷേ 38-ന് ഒരു വിക്കറ്റ് പോയിട്ടുള്ള അവര് 106 ഓൾ ഔട്ടായി. അതാണ് രസം. 38-ന് ഒരു വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ അവരുടെ. 106 ഓൾ ഔട്ടായി. അതാണ് മികച്ച തുടക്കം. ഞാൻ കളി കണ്ടപ്പോൾ ഈ ഇന്ത്യൻ ബോളേഴ്സ് മുഴുവൻ ലെഗ് സൈഡ് എറിയുന്നു, അവരടിക്കുന്നു, ലെഗ് സൈഡ് എറിയുന്നു, അടിക്കുന്നു. 6 അല്ല 4 തന്നെയാണ്. പക്ഷെ കിട്ടിയ പോലെ അങ്ങനെ അടുപ്പിച്ചൊരു ഇതായിട്ട് ഒരു വിക്കറ്റ് പോകാതെ 70 റൺസൊക്കെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജയിക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ക്യാപ്റ്റൻ കൗർ ദീപ്തി ശർമ്മേനെ ബോളിങ്ങിനെ കൊണ്ടുവരുന്നത്. ദീപ്തി ശർമ്മ 5 വിക്കറ്റ് എടുത്തു. എത്ര റൺസിൽ? 10 റൺസ് വിട്ട് കൊടുത്തിട്ട് 5 വിക്കറ്റ്. 4 ഓവറിൽ 10 റൺസ് വിട്ട് കൊടുത്ത് 5 വിക്കറ്റ് എടുത്തു. ദീപ്തി ശർമ്മയാണ് മാൻ ഓഫ് ദ മാച്ചും. ക്രൂഷ്യൽ വിക്കറ്റ്. ആ മുനീറ എന്ന് പറഞ്ഞ ഓപ്പണിങ്ങിന് പേര് മുനീറ തോന്നുന്നു, തെറ്റുണ്ട് വെച്ചെങ്കിൽ തിരുത്തണം. ആ ഓപ്പണിംഗ് ഇറങ്ങിയ 41 റൺസ് ടോപ്പ് സ്കോററായ ആ വനിതാ താരത്തിനെ റൺഔട്ട് ആക്കിയതും ദീപ്തിയാണ്. ഡയറക്റ്റ് ത്രോ സ്റ്റംബാ തെറിപ്പിച്ചു ദീപ്തി. അതുൾപ്പെടെ അതും പ്ലസ് ഒരു 5 വിക്കറ്റ് ആളെടുത്തു. സബാഷ്, മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം. പിന്നെ ഒരിക്കൽ കൂടി പാകിസ്ഥാൻ ടീം, വനിതാ ടീമായാലും പുരുഷ ടീമായാലും ഇന്ത്യക്ക് അടിയറോ പറഞ്ഞു. അതും ഒരു ഞായറാഴ്ച. ഇന്ത്യയുടെ ആദ്യ മത്സരമായിരുന്നു. അപ്പം അങ്ങനെ ഇന്ത്യ 2ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. പാകിസ്ഥാനൊക്കെ പറഞ്ഞ താഴത്തേക്ക് പോകും. കാരണം തോറ്റത് ഭയങ്കര വലിയ തോൽവിയാണ് തോറ്റത്. ഇങ്ങനെ പാകിസ്ഥാൻ ഞായറാഴ്ചകൾ ഇന്ത്യക്ക് വേണ്ടി തോൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണോ എന്നൊക്കെ സംശയമുണ്ട്. അതിപ്പോൾ പുരുഷ ടീമാണെങ്കിലും വനിതാ ടീമാണെങ്കിലും 50 ഓവറിൽ ലോക ജേതാക്കളായിട്ടുള്ള പവറായിട്ടാണ് ഇന്ത്യൻ ടീം 2020 കളിക്കാൻ വരുന്നത്. പാകിസ്ഥാൻ അവിടെ നിൽക്കട്ടെ. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയൊക്കെ വരാനിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഈ പരമ്പരയിലും ടൂർണമെൻറ്റിലുണ്ട്. അവരോടൊക്കെ എങ്ങനെ ഇന്ത്യ മുട്ടും എന്നുള്ള കാര്യം കണ്ടറിയണം. എനിവേ, പാകിസ്ഥാനെ ഒരിക്കൽ കൂടി തോൽപ്പിച്ചിട്ടുണ്ട്. അതും വീണ്ടും ഒരു ഞായറാഴ്ച.